കർത്താവിൻ്റെ പൊന്നുനാമം വാഴ്ത്തപ്പെടട്ടെ. നിങ്ങളേവരും ക്രിസ്തുവിൽ അനുഗ്രഹീതരും ധന്യരുമായിരിക്കുന്നുവെന്ന് ഞാൻ കരുതുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ക്രിസ്തുവിൻ്റെ എല്ലാ നിറവോളം നിറഞ്ഞു വരട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി യൂദായുടെ ലേഖനം 16-ാം വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടെ നമ്മൾ 15 വാക്യങ്ങളെ പഠിച്ചു. ഇന്ന് നമ്മൾ 16-ാം വാക്യത്തിലാണ്. 16-ാം വാക്യം നമുക്ക് വായിക്കാം. അവർ പിറുപിറുപ്പുകാരും തങ്ങളുടെ ഗതിയെക്കുറിച്ച് ആവലാതി പറയുന്നവരുമായി സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്നു. അവരുടെ വായ് വമ്പ് പറയുന്നു. കാര്യസാധ്യത്തിനായി അവർ മുഖസ്തുതി പ്രയോഗിക്കുന്നു. ഇവിടെ 3 സംഭാഷണ ശൈലികളെ കാണുവാൻ കഴിയും. ഒന്ന്, അവർ പിറുപിറുപ്പുകാരായി ആവലാതി പറയുന്നു. 2, അവർ വമ്പ് പറയുന്നു. 3, അവർ മുഖസ്തുതി പറയുന്നു. അപ്പം 3 കാര്യങ്ങളാണ്, 3 വിധ ഭാഷകൾ, 3 വിധ സംസാര ശൈലികളാണ് നമ്മൾ സൂക്ഷിക്കേണ്ടതായി യൂദാശ്ലീഹ പറയുന്നത്. 3 സംഭാഷണ ശൈലികളുള്ളവരെ നമ്മൾ സൂക്ഷിക്കണം. ഒന്ന്, പിറുപിറുപ്പുകാരും ആവലാതി പറയുന്നവരും. ജീവിതത്തിൽ പിറുപിറുപ്പും ആവലാതിയും, അസംതൃപ്തിയുടെ വാക്കുകൾ. പിറുപിറുപ്പ് എന്ന് പറഞ്ഞ ഇന്നലകളിലെ വിഷയങ്ങൾ, ഇന്നിൻ്റെ വിഷയങ്ങൾ. ആവലാതി എന്ന് പറയുന്നത് നാളെയുടെ വിഷയങ്ങൾ. ഇന്നലകളുടെ വിഷയങ്ങളിൽ, ഇന്നിൻ്റെ സാഹചര്യങ്ങളിൽ സംതൃപ്തിയില്ലാത്തവരാണ് എന്ത് ചെയ്യുന്നത്? പിറുപിറുപ്പ്. നാളെയെക്കുറിച്ച് പ്രതീക്ഷയും വിശ്വാസവും ഇല്ലാത്തവരാണ് എന്ത് ചെയ്യുന്നത്? ആവലാതി പറയുന്നത്. അപ്പം നാളെയെക്കുറിച്ച് വിശ്വാസമില്ലാത്തവർ ആവലാതി പറയും, ഇന്നലകളെക്കുറിച്ച് സംതൃപ്തിയില്ലാത്തവർ പിറുപിറുക്കും. അപ്പം വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയാത്തവരെ, നന്ദിയോടെ ഉള്ള വാക്കുകൾ പറയാത്തവരെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തണം. നന്ദിയുള്ള വാക്കുകളും വിശ്വാസത്തിൻ്റെ വാക്കുകളും പറയാത്തവരെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തണം. അതാണ് യൂദാ പറയുന്നത്. പിറുപിറുപ്പുകാരെയും ആവലാതിക്കാരെയും ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തണം. സഭയിൽ വന്ന പിറുപിറുപ്പ്, ഭാര്യയെക്കുറിച്ച് പിറുപിറുപ്പ്, ഭർത്താവിനെക്കുറിച്ച് പിറുപിറുപ്പ്, മക്കളെക്കുറിച്ച് പിറുപിറുപ്പ്, കുടുംബത്തെക്കുറിച്ച് പിറുപിറുപ്പ്, നാളെ ജോലിക്ക് പോകുന്നതിനെക്കുറിച്ച് പിറുപിറുപ്പ്, നാളെ സഭയിൽ നാളെ ജോലിയെക്കുറിച്ച് ആവലാതി, പിള്ളേരുടെ ഭാവിയെക്കുറിച്ച് ആവലാതി, നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്ത് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് ആവലാതി, നാളെ കല്യാണത്തിന് എന്തോ ഉടുത്തുകൊണ്ട് പോകും എന്നുള്ളതിനെക്കുറിച്ച് ആവലാതി. ഈ എല്ലാറ്റിനും ആവലാതി. നന്ദിയില്ല, വിശ്വാസമില്ല. ഈ ഗ്രൂപ്പിനെ അങ്ങനെ അങ്ങോട്ട് മാറ്റി നിർത്തിയേക്കണം. 2ാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അവർ വമ്പ് പറയുന്നു. അവരുടെ അഹങ്കാരത്തിനകത്തു നിന്ന് അവർ സംസാരിക്കുന്നു. അവരുടെ ഗർവിനകത്തു നിന്ന്, നിഗളത്തിനകത്തു നിന്ന് സംസാരിക്കുന്നു. വമ്പ് പറയുന്നു എന്ന് പറഞ്ഞാൽ താഴ്മയില്ല, മനോവിനയമില്ല, ഗർവോടെ സംസാരിക്കുന്ന, വമ്പ് പറയുന്ന, നമ്മുടെ പിള്ളേരുടെ ഭാഷ പറഞ്ഞാൽ വെറുതെ നിന്ന് തള്ളുന്നവരെ നിങ്ങൾ മാറ്റി നിർത്തിയേക്കണം. തള്ളുകാരെ ഒഴിപ്പിച്ചു വിടണം. 3ാമതായി പറയുകയാണ് മുഖസ്തുതി പറയുക. കാര്യസാധ്യം നടത്താൻ വേണ്ടി മുഖസ്തുതി പറയുക. ഉള്ളതുപോലെ പറയുന്നവരായിരിക്കണം നമ്മളുടെ സ്നേഹിതർ. ഉള്ളതുപോലെ പറയുന്നവരായിരിക്കണം നമ്മുടെ കൂട്ടുകാർ. വെറുതെ നമ്മളെ സുഖിപ്പിച്ച് പതപ്പിച്ച് നിർത്തുന്ന 10 പേരെ കൂടെ കൊണ്ട് നടന്നാൽ നിങ്ങളിങ്ങനെ മൂക്കില്ല രാജ്യത്തെ മുറിമുക്കൻ രാജാവായി നടക്കുമെന്നല്ലാതെ ജീവിതത്തിൽ ഒരിക്കലും ഒരു ഉയർച്ചയും നന്മയും ഉണ്ടാകത്തില്ല. ആകയാൽ യൂദാശ്ലീഹ 3 ഭാഷാരീതികളെ അവിടെ സൂക്ഷിക്കുവാൻ പറയുകയാണ്. പിറുപിറുപ്പും ആവലാതിയും പറയുന്നവർ, 2 വമ്പ് പറയുന്നവർ, 3 മുഖസ്തുതി പറയുന്നവർ. ഇനിയും ഇതിൻ്റെ നേരെ വിപരീതമായിട്ടുള്ള വാക്കുകളെ ശ്രദ്ധിക്കാം. വിശ്വാസത്തിൻ്റെ വാക്കുകൾ, താഴ്മയുടെ വാക്കുകൾ, ദൈവത്തെ സ്തുതിക്കുന്ന താഴ്മയുടെ വാക്കുകൾ, പരമാർത്ഥതയുടെ വാക്കുകൾ. ഒരിക്കൽ കൂടെ ഞാൻ പറയട്ടെ, പിറുപിറുപ്പും ആവലാതിയും ഉപേക്ഷിച്ച് വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയാം. വമ്പ് ഉപേക്ഷിച്ച് ദൈവത്തെ ആദരിക്കുന്ന താഴ്മയുടെ വാക്കുകൾ പറയാം. മുഖസ്തുതി ഉപേക്ഷിച്ച് പരമാർത്ഥതയോടെ സംസാരിക്കാം. അതാണ് യൂദാ ഇവിടെ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നതും അതല്ലാത്തവരെ നമ്മുടെ കൂടെ കൂട്ടരുത് എന്ന് യൂദാ പ്രബോധിപ്പിക്കുന്നതും. അതിന് ദൈവം നമുക്ക് കൃപ നൽകട്ടെ. ഈ പഠനം നിങ്ങൾ ചില ബന്ധങ്ങളെ അകറ്റാനും ഡിസേൺ ചെയ്യാനും കാരണമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.